നമുക്കേ ഈ മസാലകളുടെ ഒരു വലിയ ഘോഷയാത്രയൊന്നും ഇല്ലാത്ത ഒരു ബീഫ് റെസിപ്പി നോക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച ബീഫ്, എന്നിട്ട് അത് മിക്സിക്കകത്തിട്ട് ഒരു 3 പ്രാവശ്യം ഒരു കിറുകിറു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഒന്ന് കറക്കി വിടുക. എന്നിട്ട് ഇത്തിരി എണ്ണ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ പൊടിച്ച ബീഫ് അതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കുക കേട്ടോ. എന്നിട്ട് സവാളയും ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടെ ഫ്രഷായിട്ട് തന്നെ അതിൻ്റെ അകത്തോട്ട് ഇടാം കേട്ടോ. അപ്പം ഇച്ചിരി വാങ്ങാറാകുമ്പോൾ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടെ ഇട്ടേക്കണം. അപ്പം ഇതിന് വലിയധികം എരിവൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ കൊച്ചു പിള്ളേർക്ക് വലിയ കഷ്ണം നമ്മൾ ഈ കടിച്ചും പിച്ച് കീറിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അതല്ല മാറിയിട്ട് ഇത് പിള്ളേർക്ക് ഇവർ തന്നെ ഇത് നുള്ളി ഇങ്ങനെ വാരി കഴിച്ചോളൂ. നമുക്ക് ഇത്തിരി ചോറ് പിള്ളേർക്ക് വാരി കൊടുത്താൽ മതി കേട്ടോ. അപ്പം അത്രയും ടേസ്റ്റുള്ള സാധനം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.